എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുള്ള യുദ്ധത്തിനും തർക്കങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്ന വിധത്തിൽ ഇരു കൂട്ടരും ഇപ്പോൾ ധാരണയിലേക്ക് വളരെയധികം അടുത്തെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇറാന്റെ ഡിമാൻഡുകൾ മുഴുവൻ ഗത്യന്തരമില്ലാതെ ട്രംപ് അംഗീകരിച്ചതോടെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സ്വാധീനവും ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ അന്തിമ കരാറല്ല, മറിച്ച് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു 60 ദിവസത്തെ താൽക്കാലിക ഉടമ്പടി മാത്രമാണെന്ന് ട്രംപും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും സൂചിപ്പിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവർ തമ്മിലുള്ള കരാർ പ്രകാരം ഇറാൻ ഉപരോധിച്ച ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കാനും അവിടെ വിതറിയിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാനും ഇറാൻ സമ്മതിച്ചതായിട്ടാണ് വിവരം. പകരമായി ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ കപ്പൽ ഉപരോധവും പിൻവലിക്കും. അതോടൊപ്പം വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കാമെന്നും അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ തയ്യാറാകണമെന്നുമുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന ഇറാൻ തള്ളിയപ്പോൾ അങ്ങനെയെങ്കിൽ തൽക്കാലം അതിനെക്കുറിച്ച് ചർച്ച വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്നും തൽക്കാലം ടോൾ ഈടാക്കില്ല എന്ന്, അതിനൊപ്പം ഈ കടലിടുക്കിൽ ഇറാനിയൻ സൈനിക പാട്രോളിംഗ് കുറയ്ക്കാം എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ സഖ്യകക്ഷികൾക്ക് ഇറാൻ നൽകുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ അവസാനിപ്പിക്കണമെന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന ആവശ്യമാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഭീഷണികൾ ഇല്ലെങ്കിൽ ഇക്കാര്യം പരിഗണിക്കാം എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അതോടെ ഇസ്രായേൽ സ്വന്തം മൂലയിൽ ഒതുങ്ങിക്കൂടി ഇരുന്നു കൊള്ളും എന്നൊരു വ്യവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാന്റെ മേലുള്ള മുഴുവൻ ഉപരോധങ്ങളും ഒറ്റയടിക്ക് പിൻവലിക്കുന്നതിന് പകരം തൽക്കാലം ഇളവുകൾ നൽകുകയും പിന്നീട് ഘട്ടം ഘട്ടമായി അത് നീക്കം ചെയ്യാം എന്നും അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഏത് രാജ്യത്തിനും ഇറാനുമായി ഇടപാടുകൾ നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം. എണ്ണ വാങ്ങുന്നതിനും കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യുന്നതിനൊന്നും ഉപരോധങ്ങൾ തടസ്സമാവില്ല. അതിനൊക്കെ ഇളവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഉപരോധം ഒറ്റയടിക്ക് പെട്ടെന്ന് നീക്കാത്തത് അമേരിക്കയ്ക്ക് ഇറാന് മുന്നിൽ വലിയ യുദ്ധ തോൽവി സംഭവിച്ചു എന്ന പ്രചാരണം ശക്തമാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇത് സമ്മതിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇച്ചിരി മാനക്കേട് കുറഞ്ഞോട്ടെ എന്നവർ ഓർത്ത് കിട്ടുണ്ടാവും. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങളുടെ ഉപരോധങ്ങളൊക്കെ മാറ്റിയാൽ മതി, ഇപ്പം ഞങ്ങൾ ഇടപാടുകളെല്ലാം നടത്തും, പുറത്തിങ്ങനെ ഉപരോധം ഉണ്ടെന്നൊക്കെ ധരിച്ചോട്ടെ, പക്ഷേ ഇടപാടുകൾ എല്ലാ രാജ്യങ്ങളായിട്ട് ഞങ്ങൾ നടത്തും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് അമേരിക്കയ്ക്ക് കുഴപ്പമില്ലതാനും. അതുകൂടാതെ അമേരിക്ക ഭയക്കുന്നത് അമേരിക്ക ഗൾഫ് മേഖലയിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങിയാൽ ആ സ്വാധീനം ചൈനയോ റഷ്യയോ കൈക്കലാക്കുമെന്നതാണ്. സൗദിയും ഖത്തറും ചൈനയുമായി സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നുണ്ടെങ്കിലും സൈനിക സുരക്ഷയ്ക്ക് ഈ രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഉണ്ടാവുന്നതിൽ ചില ഇളവുകൾ ഇറാനോട് അഭ്യർത്ഥിച്ചതായിട്ട് ചർച്ചാ സംഘത്തിൽ നിന്നും ചില രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കരുത്, അവരെ നിന്ന് കിട്ടുന്ന ഞങ്ങൾ എങ്ങനെയെങ്കിലും ഊറ്റി മേടിച്ചോട്ടെ, നിങ്ങൾ ഞങ്ങളുടെ സൈനിക സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുമൊന്നും വേണ്ട, ഞങ്ങളാരൊന്നും ചെയ്യില്ല, വലിയ വലിയ ആയുധങ്ങളൊന്നും ഇവിടെ കൊണ്ടുവയ്ക്കുന്നില്ല, പട്ടാളക്കാരെ ഇറക്കുന്നില്ല, പക്ഷേ ഇവന്മാരെ പറ്റിച്ച് കാശ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിലനിന്നേ പറ്റൂ, അല്ലെങ്കിൽ അമേരിക്ക പൊളിഞ്ഞു പോകും എന്നൊക്കെ ഇറാൻ്റെ മുന്നിൽ കരഞ്ഞ് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അങ്ങനെ കിടന്നാവേ എന്നുള്ളൊരു നിലപാടാണ് ഇപ്പം ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും അത്ര നല്ല കാര്യമായിട്ട് ഇറാൻ അഭിപ്രായപ്പെടുന്നില്ല കേട്ടോ. തൽക്കാലം ചില ഇളവുകൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കരാർ ഏതാണ്ടൊക്കെ അടുത്തെത്തിയ സ്ഥിതിക്ക് ഇനി അഥവാ ഇറാനുമായി ഒരു കരാറിൽ എത്തിക്കഴിഞ്ഞാൽ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ വേണ്ടി ട്രംപ് മുസ്ലിം അറബ് നേതാക്കളോട് ആവശ്യപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ പഴയതുപോലെ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന സൂചനയാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. കാരണം അമേരിക്ക ഇസ്രയേലിനെ ഇവിടെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അറബികളെല്ലാം കൂടി ഇസ്രയേലിനെ വളഞ്ഞിട്ടടിക്കും എന്നൊരു ഭയം ട്രംപിനുണ്ട്. അപ്പോൾ ട്രംപ് ഇരിക്കുന്ന കാലം വരെയെങ്കിലും ഇസ്രയേലിന് ഒരു സംരക്ഷണം കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇസ്രയേലുമായിട്ട് സൗഹൃദത്തിലാകണം എന്ന് അഭ്യർത്ഥനയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ട്രംപ് പറഞ്ഞുകൊണ്ട് ആരും അത്ര കാര്യമാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇസ്രയേൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഭാവിയിൽ ഇസ്രയേലിനെ ഇവന്മാരെല്ലാം കൂടി തല്ലി ഒതുക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇറാനുമായിട്ടുള്ള കരാറിനെ ഇസ്രയേൽ ഭയപ്പെടുന്നതിനാൽ ഇറാൻ ആണവ പദ്ധതി ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് നെതന്യാഹുവിന് ഉറപ്പ് നൽകുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ചർച്ചകളിൽ നിന്നും നെതന്യാഹുവിനെ ട്രംപ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഇക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറാൻ തീരുമാനങ്ങളിൽ ട്രംപിന് പോലും വലിയ നിയന്ത്രണമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ ഇടപെടൽ ചർച്ചകളെ തകിടം മറിക്കുമെന്ന ഭയമാണ് നെതന്യാഹുവിനെ മാറ്റി നിർത്താൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് എന്നും ഓർക്കണം. ഈ ചേത്താൻ വന്ന് കൂടിക്കഴിഞ്ഞാൽ ഈ കരാർ ഒന്നും നടപടി ഉണ്ടാവില്ല എന്ന് ട്രംപിനറിയാം.
ഇസ്രായേൽ മൊത്തമായിട്ട് തകരുകയും ചെയ്യും. അമേരിക്കയെ ഇവിടെ തൂത്തുവാരിയിട്ട് ഇറാൻ അടിക്കും എന്ന കാര്യവും ട്രംപിനറിയാം. അതുകൊണ്ട് അമേരിക്ക എങ്ങനെയെങ്കിലും ഇവിടുന്ന് തടി ഊരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ചെയ്താനിവിടെ അത് ഇടയ്ക്ക് വന്ന് ശല്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നീ അങ്ങ് മാറി നിൽക്ക്, ഞാനിവിടെ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുമായി നിരവധി വിഷയങ്ങളിലൊക്കെ ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഒരു കരാറെത്താൻ സാധ്യതയില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം എല്ലാവരെയും വല്ലാതെ ഭയത്തിലാക്കിയിട്ടുണ്ട്. ഞങ്ങളും ഇറാനുമായി വലിയ സൗഹൃദത്തിലാണ് എന്ന് ട്രംപും മാർക്ക് റൂബിയോ ഒക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഒക്കെ വരട്ടെ, വെയിറ്റ് ചെയ്യൂ, നമുക്ക് കരാറൊക്കെ ഒപ്പിടാം, ചില കാര്യങ്ങൾ ഇനി നടത്താനുണ്ട് എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കാനുള്ള ഒരു സമ്മർദ്ദമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. അത് ഇസ്രായേലിനെ വെറുതെ വിടുന്നത് ഭാവിയിൽ ഭീഷണിയാകുമെന്ന് അവർ കരുതുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഇസ്രായേലിനെ അടിച്ചൊതുക്കി ഒരു കരാറിൽ ഉറപ്പിക്കാവൂ എന്ന് ഇറാന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വാദിക്കുന്നത് ചർച്ചയുടെ പൂർണ്ണതയ്ക്ക് തടസ്സമാവുന്നുണ്ട്. തന്നെയുമല്ല, തങ്ങളുടെ ആത്മീയ നേതാവായ ആയത്തുള്ള അലി ഖാംനെയി ഉൾപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ അതേ രീതിയിൽ തന്നെ ശിക്ഷിച്ചിട്ട് യുദ്ധം നിർത്താവൂ എന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. അതുകൊണ്ട് ഈ ട്രംപിന്റെ വിഷമം മാത്രം നോക്കിക്കൊണ്ട് ഒരു കരാറൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല, വേണമെങ്കിൽ യുദ്ധം തുടരുക, ഇസ്രായേലിനെ അടിച്ചു നിരപ്പാക്കുക എന്നൊക്കെയാണ് ഇക്കൂട്ടർ പറയുന്നത്. എന്തായാലും ഇറാന്റെ മുന്നിൽ ട്രംപിന്റെ കീഴടങ്ങലും അമേരിക്കയുടെ പരാജയവും ഇന്ന് ലോകമെങ്ങും ചർച്ചയായിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ശൂന്യമായി ഒതുക്കപ്പെട്ടിരിക്കുന്നു. ചിന്താശേഷിയില്ലാതെ ഏതൊരു യുദ്ധത്തിന് ഇറങ്ങുന്നവൻ്റെയും ഗതി ഇത് തന്നെയാണ്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.